ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എന്ന് പറയാൻ കാര്യം ഇത് വൈകിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. രാവിലെ മേടിച്ചുകൊണ്ട് വന്നതാണ് ലിവർ. ബീഫ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലിവർ വാങ്ങിച്ച് അന്നേരം വെക്കണ്ടെന്ന് വിചാരിച്ച് വൈകിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വെച്ച്. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ഫ്രൈ ചെയ്യാനെല്ലാം എടുത്ത് വെച്ചിരിക്കുവാണ്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, എൻ്റെ മോനും കൂടെ ഉണ്ട്. ഇന്ന് അയാളെല്ലാം മിക്സാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കുവാണേ. അങ്ങനെ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റിൽ നമുക്ക് ലിവർ നല്ലോണമൊക്കെ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകിയതിന് ശേഷം നമുക്ക് അതിന് ഒരു ബൗളിലെടുത്ത് അതിനകത്ത് വെച്ചിട്ട് ബൗളിനകത്തേക്ക് ആക്കിയിട്ട് നമുക്കതിനെ ആദ്യം 2 സ്പൂൺ മുളക് പൊടി ഇടുക, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണാണ്. പിന്നെ അതിന് വേണ്ടുന്ന മസാല, നമ്മുടെ ആവശ്യത്തിന് മസാല, ആവശ്യത്തിന് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണേ. അതിൻ്റെ ഫ്ലേവർ നല്ലതാണ്. ഈ ലിവറിനൊക്കെ ഇച്ചിരി എരിവ് കൂടി നിൽക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു കാര്യം കൂടെ നോക്കണ്ടേ, നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നല്ല കണക്കൊന്ന് ചതച്ച് അതിൻ്റെ കൂടെ ഇടണേ. ഇട്ടതിന് ശേഷം നല്ല കണക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഇടാം. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുതേ, ഇതിനകത്ത് തന്നെ വെള്ളം ആയിക്കോളും. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വെള്ളം ആവുമോയെന്ന്. അന്നേരം അമ്മ പറഞ്ഞു വേണ്ട, ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിച്ചിരി പോലും വെള്ളം ഒഴിച്ചില്ല. പക്ഷെ നോക്കണേ, നല്ല കണക്ക് വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ വെള്ളത്തിൽ തന്നെ നല്ല കണക്ക് വെന്തോളും. നല്ല കണക്ക് വെന്തതിന് ശേഷം നമുക്ക് അന്നേരം എണ്ണ ഒഴിക്കരുത്. അതിന് ശേഷം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിനെ നല്ല കണക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി കരിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ ഇച്ചിരി നല്ല കണക്കൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് സവാളയും കൂടെ ഇട്ടാൽ ഒരു സവാള അരിഞ്ഞ് അതിനെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ റെഡിയായി. ഓക്കെ, പിന്നെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ കൂടെ ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓക്കേ.